അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണല്ലേ. മുഅ്മിനുകളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കാറുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് തോന്നും, ഞാൻ എത്ര പ്രാർത്ഥിക്കാറുണ്ട്, എന്നും പ്രാർത്ഥിക്കും, 5 വക്ത് നിസ്കാരത്തിന് ശേഷമൊക്കെ പ്രാർത്ഥിക്കും, പക്ഷെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന പടച്ചോൻ സ്വീകരിക്കണില്ലേ, ഞാൻ ചെയ്യുന്ന അമലുകളൊന്നും ശരിയല്ലേ, ഞാൻ ചെയ്യുന്ന അമലുകളൊന്നും അല്ലാഹു തആല സ്വീകരിക്കണില്ലേ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും. ചില ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കാറുണ്ടാകും, എപ്പോഴും സ്വീകരിക്കാറുണ്ടാകും. അവർ വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, പടച്ചോന് അൽഹംദുലില്ലാ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞാൻ പറയുന്ന ആവശ്യങ്ങളൊക്കെ എൻ്റെ പടച്ചോൻ നിറവേറ്റി തരുന്നുണ്ട്. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. അതിന് രണ്ടിൻ്റെ ഇടയിൽ പെടാത്ത ചില ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇങ്ങനത്തെ വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണം. നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എന്തൊരു അമൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ കുറേ ചെയ്ത് കൂട്ടുന്നതിനേക്കാൾ ഏറെ നമ്മൾ ചെയ്യുന്ന കാര്യം ആദ്യം കറക്റ്റായിട്ട് അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്നതിന് പുറമേ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുകയും വേണം. അപ്പോഴല്ലേ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് നമ്മൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ദുആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു ആ ദുആ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകാര്യയോഗ്യമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, മഹത്വങ്ങളുടെ പുണ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അസ്മാഉൽ ഹുസ്ന. നമ്മൾ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അതിന് മരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പുണ്യനാമത്തെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മറ്റുള്ള കുടുംബക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ അവർ നിങ്ങൾ കാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്. അപ്പോൾ ഏതാണ് ആ ഒരു ഇസ്മ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് ഇത് ചെല്ലേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ ളുഹാ നിസ്കരിക്കണം. ളുഹാ നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും സൂര്യൻ ഉദിച്ച ശേഷം നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ്, ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഈ ളുഹാ നിസ്കാരത്തിന് ശേഷം നമ്മൾ 500 തവണ യാ സമീഉ യാ അല്ലാ, യാ സമീഉ യാ അല്ലാ എന്ന് 500 തവണ ചൊല്ലുക. യാ സമീഉ യാ അല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥം കേൾക്കുന്നവൻ എന്നാണ് കേട്ടോ. സമീ എന്നുള്ളതിൻ്റെ അർത്ഥം കേൾക്കുന്നവൻ എന്നാണ്. ഇത് ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും, ഹലാലായിട്ടുള്ള എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അല്ലാഹു തആല അതിന് ഉത്തരം തരുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് ഒരുപാട് തരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലാഹു തആല നമുക്ക് ഉത്തരം തരും. നമ്മുടെ പ്രാർത്ഥനകൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും 500 തവണ ഇപ്പോൾ ഈ ഒരു യാ സമീഉ യാ അല്ലാ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആത്മാർത്ഥതയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും വേണം ചെല്ലാൻ. എപ്പോഴും പറയുന്ന പോലെ തന്നെ കിട്ടിപ്പോയാൽ പോയി എന്ന് വിചാരിച്ച് ചെല്ലരുത്. എൻ്റെ അല്ലാഹു എനിക്ക് തരും, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, അവൻ എന്നെ കൈവിടൂല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ വേണം ചെയ്യാനായിട്ട്. യാ സമീഉ യാ അല്ലാ എന്നാണ്. വളരെ ചെറിയ, നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ളുഹാ നിസ്കാരത്തിന് ശേഷമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അറിവ് ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.